ഹലോ മക്കളെ, നമ്മളിപ്പോൾ മലയാളം ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് റെക്കോർഡ് ചെയ്ത് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യണം. കൂടുതൽ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപാകതകളെല്ലാം ക്ലാസ്സിനുണ്ടാവും. നിങ്ങളതെല്ലാം ക്ഷമിക്കുക. പിന്നെ ഏതൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് എന്നുള്ളതും ഏതൊക്കെ ടോപ്പിക്കാണ് എടുത്തു തരേണ്ടത് എന്നുള്ളത് കാര്യവും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത് വരുന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ ആ ടോപ്പിക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മലയാളത്തിൽ നമ്മൾ ആദ്യം ചേർത്തെഴുത്തുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ, കാരണം എല്ലാ എക്സാമിനും ചേർത്തെഴുത്ത് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ചില നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും എളുപ്പമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കുറച്ച് നിയമങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം 2 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കടക്കാം ക്ലാസ്സിലേക്ക്. ആദ്യത്തെ നിയമം വളരെ സിമ്പിളാണ്. നമുക്ക് ഈ നിയമം ഇല്ലാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും എഴുതാൻ സുഖമാണ്. എങ്കിലും നമ്മൾ ഒരു ഓർഡറിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് ആ നിയമങ്ങളും കൂടി പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, അം, ആ അല്ലേ. ഇതിൽ ഈ സ്വരാക്ഷരങ്ങളിൽ ഇപ്പോൾ ആ എന്നുള്ളത് ആയോട് കൂടി ചേർന്നാൽ ആ ആയി മാറും. അതായത് ഒരു സ്വരാക്ഷരം അതേ സ്വരാക്ഷരത്തോട് കൂടി തന്നെ ചേരുമ്പോൾ അതിൻ്റെ ദീർഘിക്കലാണ് വരുന്നത്. അതൊന്നും കൂടി ദീർഘിക്കും അല്ലേ. അതായത് ആ എന്നുള്ളത് ആയോട് കൂടി ചേരുമ്പോൾ, ഇവിടെ കണ്ടില്ലേ ഞാൻ എഴുതിയിട്ടുണ്ട്, ആ എന്നുള്ളത് ആയോട് കൂടി ചേരുമ്പോൾ ആ എന്നായി മാറും. അതിപ്പോൾ ആയും ആണെങ്കിലും ആ ആയി മാറും. അതേപോലെ തന്നെയാണ് ഈ എന്നുള്ളത് ഈയോട് കൂടി ചേരുമ്പോൾ ഈ ആയി മാറും. ഉ എന്നുള്ളത് ഊയോട് കൂടി ചേരുമ്പോൾ ഊ എന്നുള്ളതായി മാറും. എ എന്നുള്ളത് എയോട് കൂടി ചേരുമ്പോൾ എ എന്നുള്ളതായി മാറും. അതായത് ഒരു സ്വരാക്ഷരം അതേ സ്വരാക്ഷരത്തോട് തന്നെ കൂടി ചേരുമ്പോൾ അതിൻ്റെ ദീർഘിക്കലാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ലോക കണ്ടില്ലേ, ലോക എന്ന് പറയുമ്പോൾ അവിടെ ആയാണ് വരുന്നത്. ലായിലല്ലേ അവസാനിക്കുന്നത്. ലോക പ്ലസ് അവസാനം, അപ്പോൾ അവിടെ തുടങ്ങുന്നതും ആയാണ്. അപ്പോൾ ആ പ്ലസ് ആ വരുമ്പോൾ ആ ദീർഘിക്കലാണ് അവിടെ സംഭവിക്കുന്നത്. ലോക പ്ലസ് അവസാനം ലോകാവസാനം. അതുപോലെ ഈ അബി പ്ലസ് ഇഷ്ടം. അബി എന്ന് പറയുമ്പോൾ അവിടെ ഈ ആണ് വരുന്നത് അല്ലേ. ഇഷ്ടം എന്ന് പറയുമ്പോൾ ഈ ആണ് വരുന്നത്. അപ്പോൾ ഈയും തമ്മിൽ ചേരുമ്പോൾ എന്താണ്, ഈ ദീർഘിക്കും. അപ്പോൾ അഭീഷ്ടം. അതേപോലെ വിദ്യ ആ വരുന്നു പ്ലസ് അഭ്യാസം. അപ്പം ആയും ചേരുമ്പോൾ എന്ത് ചെയ്യും, അത് ദീർഘിക്കും. വിദ്യാഭ്യാസം അല്ലേ. അതുപോലെയാണ് എല്ലാം വരുന്നത്. ഭാനു ഊ വരുന്നു, ഉക്തി ഊ വരുന്നു. അപ്പോൾ ഭാനു പ്ലസ് ഉക്തി ഭാനുക്തി. ഇത് നമുക്ക് സിമ്പിളാണ്. നമുക്കിതിപ്പോൾ ഇങ്ങനെ ഒരു നിയമം അറിയില്ല എങ്കിൽ കൂടി നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ഒരു സ്വരാക്ഷരം അതേ സ്വരാക്ഷരത്തോട് കൂടി തന്നെ ചേരുമ്പോൾ അത് ദീർഘിക്കുകയാണ് ചെയ്യുക. മനസ്സിലായോ. ഒരു സ്വരാക്ഷരം അതേ സ്വരാക്ഷരത്തോട് കൂടി ചേരുമ്പോൾ അത് ദീർഘിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത നിയമം നമ്മൾ പറയാൻ പോകുന്നതും സിമ്പിൾ തന്നെയാണ്. അതായത് ഈ ആ എന്നുള്ളത് അതായത് ഇപ്പോൾ ഇവിടെ ആ എന്നുള്ളത് ഈയോടോ കൂടി ചേർന്നാൽ എ ആയി മാറും. മനസ്സിലായോ. ഈ ആ ഇതിലേതാണെങ്കിലും ഈ ഇതിലേതെങ്കിലും ഒന്നിനോട് കൂടി ചേർന്നാൽ എന്തായി മാറും, എ ആയി മാറും. അതുപോലെ ആ എന്നുള്ളത് ഊവിനോട് കൂടി ചേർന്നാൽ ഓ ആയി മാറും. മനസ്സിലായോ. ഈ ആ എന്നുള്ളത് ഈയിനോട് കൂടി ചേർന്നാലും ഈയോട് കൂടി ചേർന്നാലും അത് എ ആയാണ് മാറുന്നത്. ഈ ആ എന്നുള്ളത് ഇതിലേതാണെങ്കിലും ഊവിനോടോ കൂടി ചേർന്നാൽ ഓ ആയി മാറും. ഇനി ആ എന്നുള്ളത് റ് ആയി കൂടി ചേരുമ്പോൾ എല്ല വര പകരം അർ എന്നുള്ളതാണ് വര. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ആ റൂള് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ആ എന്നുള്ളത് ഈയോട് കൂടി ചേരുമ്പോൾ എ ആയി മാറുന്നു. ആ എന്നുള്ളത് ഊയിനോടോ അല്ലെങ്കിൽ ഊയിനോട് ഇതിലേതിനോടാണെങ്കിലും കൂടി ചേരുമ്പോൾ ഓ ആയി മാറുന്നു. അതുപോലെ ഋനോട് കൂടി ചേരുമ്പോൾ അർ ആയി മാറുന്നു. ഇവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ആയാണ് അല്ലേ. നയന എന്ന് പറയുമ്പോൾ ആയാണ് പ്ലസ് ഇന്ദ്രിയം അല്ലേ. അപ്പോൾ ഇത് കൂടി ചേരുമ്പോൾ ഇവിടെ വള്ളി വരല്ല ചെയ്യുന്നത്, പകരം അത് എന്തായി മാറാണ് ചെയ്യുന്നത്, എ ആയി മാറാണ് ചെയ്യുന്നത്. നയന പ്ലസ് ഇന്ദ്രിയം നയനേന്ദ്രിയം. രാജ പ്ലസ് ഇന്ദ്രൻ രാജേന്ദ്രൻ. കണ്ടോ, ആയും ഈയും കൂടി ചേരുമ്പോൾ എ ആയി മാറുന്നു. ആയും ഈയും കൂടി ചേരുമ്പോൾ എ ആയി മാറുന്നു. ആയും ഊവും കൂടി ചേരുമ്പോൾ ഓ ആയി മാറുന്നു. ആയും ഋവുമായി ചേരുമ്പോൾ അർ ആയി മാറുന്നു.
ഈ എക്സാമ്പിളുകളെല്ലാം അത് തന്നെയാണ്. നയന പ്ലസ് ഇന്ദ്രിയം നയനേന്ദ്രിയം, രാജ പ്ലസ് ഇന്ദ്രൻ രാജേന്ദ്രൻ. കാവ്യ, കാവ്യ എന്ന് പറയുമ്പോൾ അവിടെ ആയാണ് വരുന്നത്. കാവ്യ എന്ന് പറയുമ്പോൾ ആയാണ് വരുന്നത്. കാവ്യ പ്ലസ് ഉപകരണം ഉ അല്ലേ, ആയും ഊയും കൂടി ചേരുമ്പോൾ ഓ ആണ് വരുന്നത്. കാവ്യോപകരണം. പര പ്ലസ് ഉപകാരം, പര എന്നുള്ളത് ആയാണ്, ഊ എന്നുള്ളത് ഉപകാരം ഊ ആണ്. അപ്പം ആയും ഊയും ചേരുമ്പോൾ ഓ ആണ് വരാം. പരോപകാരം. മഹാ പ്ലസ് ഋഷി മഹർഷി. ഞാൻ പറഞ്ഞില്ലേ ആയും റും കൂടി ചേരുമ്പോൾ ആണ് വരുന്നത്. മഹാ പ്ലസ് ഋഷി മഹർഷി. ഈ റൂളും നമുക്ക് കുറച്ച് സിമ്പിളാണ്. സിമ്പിളാണെന്ന് വെച്ചാൽ നമുക്കിതിപ്പോൾ ഈ റൂള് പഠിച്ചിരുന്നെങ്കിൽ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും മിക്കവർക്കും. പക്ഷെ അടുത്ത റൂൾ അങ്ങനെയല്ല. നമ്മളത് പഠിച്ചിരുന്നാൽ നമുക്ക് എപ്പോഴും എക്സാമിന് അത് ഉപകാരപ്പെടും. അതായത് ഇതേ സംഭവം തന്നെ നമ്മൾ ഈ ആയും ആയും ഇതിനോട് കൂടി ചേരുമ്പോഴും ഇതിനോട് കൂടി ചേരുമ്പോഴും ഇതിനോട് കൂടി ചേരുമ്പോഴുമുള്ള നിയമമാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് പകരം ആയും ആയും ഇതിലെ എ ഐ ഇതിലേതെങ്കിലും ഒന്ന് കൂടി ചേർന്നാൽ ഐ തന്നെയാണ് വരാം. അതുപോലെ ആയും ആയും ഓ ഔ ഇതിലേതെങ്കിലും ഒന്നോട് കൂടി ചേർന്നാൽ ഔ തന്നെയാണ് വരാം. മനസ്സിലായോ? ഈ ആ ആയിക്കോട്ടെ ആ എന്നുള്ളതായിക്കോട്ടെ എയിനോടോ ഐയിനോടോ കൂടി ചേർന്നാൽ ഐ തന്നെയാണ് വരാം. അതുപോലെ ആ എന്നുള്ളതായിക്കോട്ടെ ആ എന്നുള്ളതായിക്കോട്ടെ ഓയുടെ കൂടെയോ ഔവിൻ്റെ കൂടെയോ ചേർന്നാൽ ഔ തന്നെയാണ് വരാം. കുറച്ച് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഈ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കൃത്യമാവും. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു എക്സാം ഹാളിൽ ഇരുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് ഏതാണ് വരാ, ഇതാണോ വരാ, അതാണോ വരാ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. പക്ഷേ നമ്മളിതിൻ്റെ റൂള് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു സംശയമില്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഇതിലേതിനോടാണെങ്കിലും എ വന്നാലും ഐ വന്നാലും ഐ തന്നെയാണ് ചേർത്തെഴുതുമ്പോൾ വരേണ്ടത്. ആ എന്നുള്ളതിൻ്റെ കൂടെ ഓ ചേർന്നാലും ഔ ചേർന്നാലും ചേർത്തെഴുതുമ്പോൾ ഔ തന്നെ വരണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. തഥ ആയാണ് അല്ലേ, പ്ലസ് ഏവ. അപ്പോൾ ഇവിടെ ആയും എയും കൂടി ചേർന്നുമ്പോൾ എന്താണ് വരേണ്ടത്? നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് നോക്കി. ആയുടെ കൂടെ എ ചേർന്നാലും ഐ ചേർന്നാലും ഐ തന്നെ വരണം. കണ്ടോ? തഥാ പ്ലസ് ഏവ തഥൈവ, തഥാ പ്ലസ് ഏവ തഥൈവ. അതുപോലെ സ്നേഹ പ്ലസ് ഐക്യം സ്നേഹൈക്യം. ആയും ഐയും ചേർന്നു ഐ വന്നു സ്നേഹൈക്യം. ലോക പ്ലസ് ഐക്യം ലോകൈക്യം. അതുപോലെ ഇതൊന്ന് നോക്കാം. ലോക പ്ലസ് ഏകശില്പി. ലോക ആയുടെ കൂടെ എ ആണല്ലോ ഇവിടെ ചേർന്നത്. ആയുടെ കൂടെ എ ചേർന്നപ്പോൾ ഐ വന്നു. ലോക പ്ലസ് ഏകശില്പി ലോകൈക ശില്പിയാണ്. ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ലോകേക ശില്പി എന്ന് തന്നാൽ ഈ റൂൾ അറിയാത്ത ഒരാൾ ചിലപ്പോൾ ഒരു പക്ഷേ ലോകേക ശില്പി എന്ന് എഴുതിപ്പോവും അല്ലേ. ലോകേക ശില്പി അത് തെറ്റാണ്, ലോകൈക ശില്പിയാണ്. ആയുടെ കൂടെ എ ചേർന്നാൽ ഐ ആണ് വരേണ്ടത്. അപ്പം ലോക പ്ലസ് ഏകശില്പി ലോകൈക ശില്പി. പിന്നെ അടുത്തത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മഹാ പ്ലസ് ഔഷധി. ആയും ഔവും ചേരുമ്പോൾ ഔ തന്നെ വരും, മഹൌഷധി. ബാല പ്ലസ് ഔഷധം ബാലൌഷധം. അപ്പോൾ ഈ റൂളൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് നമുക്ക് ഓർത്തിരുന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ആയും എയും ചേരുമ്പോൾ സംശയം ഒന്നുമില്ലാതെ നമുക്ക് നേരെ ഐയിലേക്ക് എഴുതാൻ പറ്റും. ലോക പ്ലസ് ഏകശില്പി ലോകൈക ശില്പി. അതുപോലെ തഥാ പ്ലസ് ഏവ തഥൈവ. ഇനി ഒരു റൂളും കൂടി പറയട്ടെ, എല്ലാം കൂടി ആകെ കൺഫ്യൂസിങ് ആവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിപ്പോൾ ആയുടെ കൂടെ ഓരോന്നും ചേരുമ്പോഴുള്ള കാര്യമാണല്ലേ പറഞ്ഞത്. ഇതിന് പകരം ഈ ഉ ഋ ഇതിൻ്റെ കൂടെ ഇത്രയും നേരം നമ്മൾ ആയുടെ കൂടെ അത് ചേർന്നാൽ ഇപ്പോൾ ഈ ചേർന്നാൽ എന്ത് വരും, ഊ ചേർന്നാൽ എന്ത് വരും, എ ചേർന്നാൽ എന്ത് വരും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് പകരം ഈ ഊ ഋ ഇതിൻ്റെ കൂടെ ഏത് സ്വരാക്ഷരം വന്നു കഴിഞ്ഞാലും ഒരേ റൂളാണ്. ഈയുടെ കൂടെ ഏത് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരമല്ല ഏത് സ്വരാക്ഷരം വന്നാലും അത് ചേർത്തെഴുതുമ്പോൾ യ് അല്ലെങ്കിൽ യിൻ്റെ ചിഹ്നം വരും. ഊ എന്നുള്ളതിൻ്റെ കൂടെ ഏത് സ്വരാക്ഷരം ചേർത്തെഴുതിയാലും ഒന്നില്ലെങ്കിൽ വ് വരും അല്ലെങ്കിൽ വ് എന്നതിൻ്റെ ചിഹ്നം വരും. ഋൻ്റെ കൂടെ ഏത് സ്വരാക്ഷരം ചേർന്നാലും ഏത് സ്വരാക്ഷരം ആയിക്കോട്ടെ ഏത് ചേർന്നാലും ര് അല്ലെങ്കിൽ ഋ എന്നതിൻ്റെ ചിഹ്നം വരും. ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതി ഫസ്റ്റ് ആയല്ലല്ലോ വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതിലൊക്കെ ചേർത്തെഴുതുന്നതിന് മുമ്പ് വന്നത് ആണ് അല്ലേ. ഇതിന് പകരം ഇവിടെ ഈ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ വന്നിരിക്കുന്നു. പ്ലസ് ഈയുടെ കൂടെ ചേർന്നിരിക്കുന്ന സ്വരാക്ഷരം ആയാണ്. ഇവിടെ സ്വരാക്ഷരം എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഏത് സ്വരാക്ഷരം വന്നു കഴിഞ്ഞാലും
ഈയുടെ കൂടെ ഏത് സ്വരാക്ഷരം ചേർന്നാലും ഒന്നില്ലെങ്കിൽ യ് വരും, അല്ലെങ്കിൽ യ് എന്നതിൻ്റെ ചിഹ്നം വരും. യ് എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് ഇത്. മനസ്സിലായോ? അപ്പം അതി പ്ലസ് അന്ത്യം അത്യന്തം, അതി പ്ലസ് ആഗ്രഹം, അതി ഈ വന്നു, ഇത് ഈയുടെ കൂടെ സ്വരാക്ഷരം ചേർന്നു. അപ്പോൾ എന്ത് വരും? യ് എന്നതിൻ്റെ ചിഹ്നം വരും അല്ലേ? അത്യാഗ്രഹം. അതി പ്ലസ് ഉത്സാഹം അത്യുത്സാഹം, അതി പ്ലസ് ആവശ്യം അത്യാവശ്യം. അപ്പം ഈയുടെ കൂടെ ഏത് സ്വരാക്ഷരം ചേർന്ന് കഴിഞ്ഞാലും അവിടെ ഒന്നില്ലെങ്കിൽ യ് വരും, അല്ലെങ്കിൽ യ് എന്നതിൻ്റെ ചിഹ്നം വരും. ഇനി അടുത്ത് നോക്കിയേ, സു എന്ന് പറയുമ്പോൾ ഊ ആണ് അല്ലേ വന്നത്. ഊവിൻ്റെ കൂടെ ഏത് സ്വരാക്ഷരം വന്നാലും വ് വരും, അല്ലെങ്കിൽ വിൻ്റെ ചിഹ്നം വരും. അപ്പം സുവിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ സ്വരാക്ഷരം ചേർന്നു, അല്പം എന്നുള്ള സ്വരാക്ഷരം ചേർന്നു അല്ലേ? അപ്പം എന്താണ് വരാ? സ്വൽപ്പം. കണ്ടോ? വ് എന്നതിൻ്റെ ചിഹ്നം വന്നു അവിടെ. ഊ പ്ലസ് ആ തന്നെ വേണമെന്നില്ല, ഏത് സ്വരാക്ഷരം വന്നാലും ഇവിടെ വരുന്നത് വ് എന്നതിൻ്റെ ചിഹ്നമായിരിക്കും. അപ്പം സു പ്ലസ് അല്പം സ്വൽപ്പം, തനു പ്ലസ് അന്തരം തന്വന്തരം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞത് 4 റൂളുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. ആദ്യം നമ്മുടെ സ്വരാക്ഷരത്തിലേക്ക് വന്നു അല്ലേ? സ്വരാക്ഷരത്തിൽ ഒരു സ്വരാക്ഷരം അതേ സ്വരാക്ഷരത്തോട് കൂടി ചേർന്നാൽ ആ എന്നുള്ളത് ആ എന്നതിനോട് കൂടി ചേർന്നാൽ അത് ദീർഘിക്കുകയാണ് ചെയ്യുക. ഈ എന്നുള്ളത് ഈയോട് കൂടിയോ ഈയോട് കൂടി ചേർന്നാലോ അപ്പോഴും അത് ദീർഘിക്കുകയാണ് ചെയ്യുക. ഊ എന്നുള്ളത് അതേ സ്വരാക്ഷരത്തോട് കൂടി ചേർന്നാൽ എന്താണ് ചെയ്യുക? അത് ദീർഘിക്കുകയാണ് അല്ലേ ചെയ്യാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അത് ദീർഘിക്കുകയാണ് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ലോക പ്ലസ് അവസാനം രണ്ടും ആയാണ്, പ്ലസിന് മുമ്പും ആയാണ്, പ്ലസിന് ശേഷവും ആയാണ്. അപ്പം ദീർഘിക്കും ലോകാവസാനം. അബി പ്ലസ് ഇഷ്ടം, പ്ലസിന് മുമ്പ് ഈ ആണ്, പ്ലസിന് ശേഷം ഈ ആണ്. അപ്പോൾ രണ്ടും സ്വരാക്ഷരം, രണ്ടും ഈ ആണ്, ഒരേ സ്വരാക്ഷരം. അപ്പം എന്ത് ചെയ്യും? ഈ ദീർഘിക്കും. ഇവിടെ ഊ, ഭാനു, പ്ലസിന് മുമ്പ് ഊ എന്നുള്ള സ്വരാക്ഷരം, പ്ലസിന് ശേഷം ഊ എന്നുള്ള സ്വരാക്ഷരം. അപ്പം ഊ ദീർഘിക്കും. ഭാനൂക്തി. കണ്ടോ? അതിനുശേഷം പിന്നെ നമ്മൾ പറഞ്ഞ റൂൾ എന്ന് പറയുന്നത് ഈ ആ ഫസ്റ്റ് വരണം. പ്ലസിന് മുമ്പ് ഈ ആ വന്നു, പ്ലസിന് ശേഷം ഈ ഇതിലേതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ എ ആയി മാറും. പ്ലസിന് മുമ്പ് ആ വന്നു, പ്ലസിന് ശേഷം ഊ ഇതിലേതെങ്കിലാണ് വരുന്നതെങ്കിൽ എന്താവും? ചേർത്തെഴുതുമ്പോൾ ഓ വരും. പ്ലസിന് മുമ്പ് ആ വന്നു, പ്ലസിന് ശേഷം റ് വന്നാൽ ചേർത്തെഴുതുമ്പോൾ ആണ് വരാം. അമ്മല്ല ആണ് വരാം. ഒന്നുകൂടി പറയാം. പ്ലസിന് മുമ്പ് ആ വന്നു, പ്ലസിന് ശേഷം ഈയോ വന്നാൽ ചേർത്തെഴുതുമ്പോൾ എ വരും. പ്ലസിന് മുമ്പ് ആ വന്നു, പ്ലസിന് ശേഷം ഊ വന്നു, ചേർത്തെഴുതുമ്പോൾ ഓയാണ് വരാം. പ്ലസിന് മുമ്പ് ആ വന്നു, പ്ലസിന് ശേഷം റ് വന്നാൽ ചേർത്തെഴുതുമ്പോൾ ആണ് വരാം. അതിന് എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞത്. നയന ആ വന്നു അല്ലേ? പ്ലസിന് ശേഷം ഈ ആണ് വന്നത്. അപ്പം ആയും ഈയും കൂടി ചേരുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? എ ആണ് പറഞ്ഞത്. നയനേന്ദ്രിയം. രാജ പ്ലസ് ഇന്ദ്രൻ, പ്ലസിന് മുമ്പ് ആയാണ്, പ്ലസിന് ശേഷം ഈ ആണ്. അപ്പോൾ ചേർത്തെഴുതുമ്പോൾ എന്ത് വരും? എ വരും. രാജേന്ദ്രൻ. കാവ്യ പ്ലസ് ഉപകരണം, പ്ലസിന് മുമ്പ് ആയാണ്, പ്ലസിന് ശേഷം കണ്ട, പ്ലസിന് മുമ്പ് എല്ലായിടത്തും ആ തന്നെ വരാം. ആ അല്ലെങ്കിൽ ആ വരും. പ്ലസിന് ശേഷം വരുന്നതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഊ ആണെങ്കിൽ ഓ വരും. കാവ്യോപകരണം. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് ആ എന്നതിൻ്റെ കൂടെ എ ഇതിലേത് ചേർന്നാലും ഐയെ വരുള്ളൂ. ആ എന്നതിൻ്റെ കൂടെ ഓ ഇതിലേത് ഔ ഇതിലേത് ചേർന്നാലും ഔ തന്നെയാണ് വരാം അല്ലേ? ഇതിൽ ഈ സംഭവമാണ് നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്. ആയുടെ കൂടെ എ ചേർന്നാലും ഐ ആണ് വരാന്നുള്ളത്. തദാ പ്ലസ് ഏവ തദൈവ, തദ ആയാണ് വന്നത് അല്ലേ? അതിൻ്റെ കൂടെ എ ചേർന്നപ്പോൾ ചേർത്തെഴുതുമ്പോൾ ഐ ആണ് വന്നത്. തദാ പ്ലസ് ഏവ തദൈവ. അതേപോലെ തന്നെ ലോക പ്ലസ് ഏകശില്പി ലോകൈക ശില്പി. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞത് ഈ ആ പ്ലസിന് മുമ്പ് ആ വരാതെ പ്ലസിന് മുമ്പ് ഈ ഊ റ് വരുന്നു. ഇതിൻ്റെ കൂടെ ഏത് സ്വരാക്ഷരം ചേർന്നാലും ഒന്നില്ലെങ്കിൽ ഈയുടെ കൂടെയാണ് സ്വരാക്ഷരം വരുന്നതെങ്കിൽ അല്ലെങ്കിൽ യുടെ ചിഹ്നം വരും. ഊവിൻ്റെ കൂടെയാണ് സ്വരാക്ഷരം ചേരുന്നതെങ്കിൽ അല്ലെങ്കിൽ വിൻ്റെ ചിഹ്നം വരും. റ് എന്നതിൻ്റെ കൂടെ സ്വരാക്ഷരം ചേർന്നാൽ ര് അല്ലെങ്കിൽ റ് എന്നതിൻ്റെ ചിഹ്നം വരും. അതിന് എക്സാമ്പിളാണ് ഇത്. അതി ഈ ആണല്ലേ പ്ലസിന് മുമ്പ് വന്നത്. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സ്വരാക്ഷരം വന്നോട്ടെ, ഏതെങ്കിലും ഒരു സ്വരാക്ഷരം വന്നാൽ അവിടെ അല്ലെങ്കിൽ യുടെ ചിഹ്നം വരും. അത്യന്തം. പ്ലസിന് മുമ്പ് ഈ വന്നു, ശേഷം ഒരു സ്വരാക്ഷരം വന്നു. അപ്പോൾ എന്ത് ചെയ്യും? അത്യാഗ്രഹം അല്ലേ? അതി പ്ലസ് ഉത്സാഹം അത്യുത്സാഹം. അതേപോലെ സു എന്ന് പറയുമ്പോൾ പ്ലസിന് മുമ്പ് ഊ ആണ് വന്നിരിക്കുന്നത്,
പ്ലസിന് ശേഷം ഒരു സ്വരാക്ഷരം വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലസിന് മുമ്പ് ഊ ആണെങ്കിൽ അതിനുശേഷം സ്വരാക്ഷരം വന്നാൽ വ് അല്ലെങ്കിൽ വിൻ്റെ ചിഹ്നം. അപ്പോൾ സ്വൽപ്പം. മനസ്സിലായില്ലേ? ഞാനത് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കിനി 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആൻസർ ചെയ്യാം. ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് 2022 സിവിൽ എക്സൈസ് ഓഫീസറിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് മുമ്പ് ഒരു ക്ലാസ്സിൽ, എങ്കിലും നമുക്കൊന്നും കൂടി ഓടിച്ച് ഡിസ്കസ് ചെയ്ത് പോകാം. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിലെ ശരിയായ രൂപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ശരിയായ രൂപം ഒന്നും നോക്കാതെ തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് എന്താണ് ഇതിൽ തെറ്റ്. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ്, ഇതിലെ തെറ്റ് എന്തായിരിക്കും? നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ്. നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം. അതായത് കണ്ണ് കാണാനുള്ളതാണ്, പിന്നെ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല കണ്ണ് കാണാനെന്ന്. കാണാൻ എന്ന് പറഞ്ഞാൽ മതി. ചെവി കേൾക്കാനാണ്, അപ്പൊ പിന്നെ ചെവി എടുത്തു പറയേണ്ട ആവശ്യമില്ല, ചെവി കേൾക്കാൻ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായി? അതാണ് ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 2 ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. കണ്ണ് കാണാൻ എന്ന് പറയേണ്ട, കണ്ണ് കാണാനാണ്. അപ്പൊ ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണെന്ന് പറഞ്ഞാൽ മതി. അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കുക. സ്വച്ഛന്തം. ഈ പദം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വച്ഛന്തം എന്ന് പറയുമ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലേ, സ്വച്ഛ് ഭാരത് മിഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ പോസ്റ്ററുകളും TV പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിലെങ്ങനെയാണ് സ്വച്ഛ് എന്ന് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് നോക്കിയേ. അതേ സ്വച്ഛ് തന്നെയാണ് ഇവിടെ. ഇനി സ്വച്ഛ് എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധമായതല്ലേ. അങ്ങനെ എല്ലായിടത്തും ശുദ്ധമായിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ചന്ദനം മണക്കുന്ന ഓർത്തേക്കാം. അപ്പൊ സ്വച്ഛന്തം എന്ന് പറയുമ്പോൾ ച എന്നുള്ളത് അച്ഛൻ്റെ ചായയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ എന്നൊക്കെ എഴുതുന്ന ച അച്ഛൻ്റെ ചായും, ദ എന്ന് പറയുന്നത് ചന്ദനത്തിന്റെ ദായുമാണ്. സ്വച്ഛന്തം. മനസ്സിലായോ? സ്വച്ഛന്തം എങ്ങനെയാണ് എഴുതുക? ഓപ്ഷനിൽ 2ാമത്തെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി രക്തത്തിന്റെ പര്യായമായ വാക്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത്. രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്കുകളാണ് ചോദിച്ചിട്ടുള്ളത്. പര്യായമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് രുതിരം എന്ന് പറഞ്ഞാൽ രക്തമാണ്. നമ്മളെ RRR മൂവിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അല്ലേ. RRR മൂവിയിലെ ആ 3 ആറുകൾ, രണം, രുതിരം, പിന്നെ എന്തോ കൂടി ഉണ്ട്, അങ്ങനെ 3 ആറുകളുടെ അടിയിൽ എഴുതി കാണിക്കും ആ 3 ആറിന്റെ ഫുൾ ഫോം എന്താന്നുള്ളത്. അപ്പൊ ആ രുതിരം വരുന്നുണ്ട്. രുതിരം എന്നുള്ളതിന് അർത്ഥം രക്തം എന്നാണ്. രക്തം എന്നാണ് രുതിരം എന്നതിന്റെ അർത്ഥം വരുന്നത്. ഇനി അതേപോലെ തന്നെ നീണം എന്ന് പറഞ്ഞാലും രക്തമാണ്. നീണം എന്ന് പറഞ്ഞാൽ രക്തമാണ്, എന്നാൽ പിണം എന്ന് പറഞ്ഞാൽ രക്തമല്ല. പിണം എന്ന് പറഞ്ഞാൽ ശവം എന്നാണ് അർത്ഥം. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല്, പണമില്ലെങ്കിൽ പിണം പോലെ എന്നൊക്കെ പറഞ്ഞേക്കാറില്ലേ. പണമില്ലാത്തവൻ പിണമാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ. അതൊരു പഴഞ്ചൊല്ലാണ്, പണമില്ലാത്തവൻ പിണമാണെന്ന് പറയുന്നത്. പിണം എന്ന് പറഞ്ഞാൽ ശവമാണ്. പണമില്ലാത്തവൻ ശവത്തിന് തുല്യനാണെന്നും ആർക്കും ഒരു വില ഉണ്ടാവില്ല. അതാണ് പണമില്ലാത്തവൻ പിണമാണ് എന്ന് പറയാറുണ്ട്. പിണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശവം എന്നാണ് അർത്ഥം. അപ്പൊ പിണത്തിന്റെ അർത്ഥം എന്തല്ല? രക്തം എന്നല്ല. അതുപോലെ ബദിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാലോ. ബദിരൻ എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്ത ആളാണ്. അപ്പൊ ബദിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെവി കേൾക്കാത്ത അവസ്ഥയാണ്. ചെവി കേൾക്കാത്തതെന്ന് പറയാൻ പാടില്ല അല്ലെ, കാരണം ചെവി കേൾക്കാനാണല്ലോ. കേൾക്കാത്ത അവസ്ഥയാണ് ബദിരം എന്ന് പറയുന്നത്. ഇനി അടുത്തതൊരു ശൈലിയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഊട്ടിന് മുമ്പും ചൂട്ടിന് പിറകും. ഊട്ടിന് മുമ്പും, ഊണിന് മുമ്പേ ചെല്ലും, എന്നാൽ ചൂട്ട് കാണിക്കേണ്ട സ്ഥലത്ത് പിറകെ ചെല്ലുള്ളൂ. എന്തായിരിക്കും? അതായത് അവനവന് ലാഭമുള്ള കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങും അല്ലെ, എന്നാൽ അവനവന് ലാഭമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പുറകോട്ട് പോകും. അതായത് കാര്യം നോക്കി പെരുമാറാം. നമുക്ക് ലാഭമുള്ളതാണെങ്കിൽ നമ്മൾ മുന്നിലുണ്ടാവും. അതായത് കാര്യം നോക്കി പെരുമാറുക എന്നതാണ് ഓപ്ഷനിൽ വന്നതിൽ നമ്മൾ മാച്ച് ചെയ്യുന്നത്. അതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 4 ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ളത് ഓപ്ഷൻ അതാണ്, കാര്യം നോക്കി പെരുമാറുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം തുലാം പ്ലസ് ഇൻഡെ എന്നുള്ളത് ചേർത്ത് എഴുതാനാണ്. തുലാം പ്ലസ് ഇൻഡെ, തുലാത്തിന്റെ, അവിടെ താ ഇരട്ടിച്ച് വരും. തുലാം പ്ലസ് ഇൻഡെ, തുലാത്തിന്റെ, താ ഇരട്ടിച്ച് വരും. ഈ സെയിം പാറ്റേണിലുള്ള കുറെ എണ്ണം ഉണ്ട്. PSCക്ക് ഇഷ്ടമാണ് ഇത് ചോദിക്കാറുണ്ട് ഇടയ്ക്കിട്ട്. തുലാം പ്ലസ് ഇൻഡെ, തുലാത്തിന്റെ. അതുപോലെ കലം പ്ലസ് ഇൻഡെ എന്ത് വരും? കലം പ്ലസ് ഇൻഡെ, കലത്തിന്റെ. കലം പ്ലസ് ഇൻഡെ, കലത്തിന്റെ. അതുപോലെ നിറം പ്ലസ് ഇൻഡെ, നിറം പ്ലസ് ഇൻഡെ, നിറത്തിന്റെ. നിറം പ്ലസ് ഇൻഡെ, നിറത്തിന്റെ. ഇനി ഇൻഡെ മാറ്റിയിട്ട് നമുക്ക് വേറെ വെച്ച് നോക്കാം. ഇപ്പൊ ധനം പ്ലസ് എ ആണ് വരുന്നത്. ഈ മാറ്റിയിട്ട് എ വെച്ച് കൊടുത്തു. ധനം പ്ലസ് എ ആവുമ്പോൾ ധനത്തെ. ധനം പ്ലസ് എ, ധനത്തെ. രാജ്യം പ്ലസ് എ ആണെങ്കിൽ രാജ്യത്തെ. രാജ്യം പ്ലസ് എ ആണെങ്കിൽ രാജ്യത്തെ. ഇനി സ്നേഹം പ്ലസ് ഓടെ, ഓ വെച്ച് കൊടുത്തു. ഓടെ, സ്നേഹം പ്ലസ് ഓടെ, സ്നേഹത്തോടെ. ദേഷ്യം പ്ലസ് ഓടെ, ദേഷ്യത്തോടെ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം.
അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? അപരാധി അപരാധിനിയാണ്. ചിലപ്പോൾ നമുക്ക് അപരാധി നീയാണോ എന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ അപരാധിക, അതൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതങ്ങനെ കൃത്യമായിട്ട് പഠിച്ചേക്കുക. അപരാധി അപരാധിനി. അപരാധി എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ്, സ്ത്രീലിംഗല്ല. അപരാധി അപരാധിനി, അപരാധി അപരാധിനി, നീയാണ് അപരാധി അല്ലെ, നീയാണ്. അപ്പൊ നീ ചേരുമ്പോഴാണ് അല്ലെ, സ്ത്രീകളെ എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തില്ല. അപ്പൊ നീയാണ് അപരാധി, അപ്പൊ അപരാധി നീയാണ്, അപരാധിനി. അടുത്തത് പൂജക ബഹുവചനം ഏതാണെന്ന് ചോദിച്ചുള്ളത്. പൂജക ബഹുവചനം തന്നിരിക്കുന്നതിൽ വൈദ്യർ ആണ്. വൈദ്യർ എന്നുള്ളത് പൂജക ബഹുവചനം. നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ പൂജക ബഹുവചനം എന്ന് വെച്ചാൽ? ശരിക്കും അത് ബഹുവചനം അല്ല. ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? ബഹുവചനം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കണം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ ബഹുവചനം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ അത് ഒന്നിൽ കൂടുതൽ ആളുകളില്ല, പക്ഷെ അതിന്റെ രൂപം ബഹുവചനത്തിന്റെ രൂപമാണ്. അത് നമ്മൾ ഒരു ബഹുമാനത്തോടു കൂടി പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ അവിടെ ഒരു ബഹുമാനം വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് ബഹുവചനത്തിന്റെ രൂപം ഉണ്ടായിരിക്കും, പക്ഷെ അത് ബഹുവചനമല്ല. പിന്നെന്താണ്? അതൊരു ബഹുമാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് പൂജക ബഹുവചനം. നമ്മൾ വൈദ്യർ, അതുപോലെ മാരാർ, പിന്നെ അതേപോലെ തന്നെ അവർകൾ എന്നൊക്കെ പറയാല്ലേ. അവർകൾ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടോ? അവർകൾ എന്ന് പറയുമ്പോൾ ഇല്ല അല്ലെ, ഒരാളെ ഉണ്ടാവുള്ളൂ അവർകൾ. പിന്നെ അതുപോലെ നമ്മൾ താങ്കൾ എന്നൊക്കെ പറയാറുണ്ട്. താങ്കൾ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടോ? ഇല്ല അല്ലെ, ഒരാളേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ബഹുവചനം, പൂജക ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നതാണ്. വൈദ്യർ എന്ന് പറഞ്ഞാൽ, ഈ വൈദ്യർ എന്നുള്ളതിന്റെ ശരിക്കും ബഹുവചന രൂപം വൈദ്യന്മാർ എന്നുള്ളതാണ്. വൈദ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ബഹുവചനാണ്, പൂജകല്ല. വൈദ്യന്മാർ അത് ബഹുവചനം. എന്നാൽ വൈദ്യർ എന്ന് പറഞ്ഞാൽ നമുക്കത് ബഹുവചനാണെന്ന് തോന്നും, പക്ഷെ അല്ല, അത് ഒരാളാണ് വൈദ്യർ. അത് നമ്മളെ എന്തിനു വേണ്ടി പറയുന്നതാണ്? ബഹുമാനത്തിന് വേണ്ടിയാണ് ആ എന്നുള്ള പ്രത്യയം അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയൊക്കെ. എപ്പോഴും ചോദിക്കാറുണ്ട്, പൂജക ബഹുവചനം തന്നിട്ട് എപ്പോഴും ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനം ഏതാന്ന് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതൊക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തതും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. മരക്കൊമ്പ് എന്നുള്ളത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ മരം പ്ലസ് കൊമ്പ്, മരക്കൊമ്പ്. ഇനി ശരത്ത് പ്ലസ് ചന്ദ്രൻ. ശരത്ത് പ്ലസ് ചന്ദ്രൻ എന്നുള്ളത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ശരത് ചന്ദ്രനാണ് വരാ. ത് പ്ലസ് ച എന്ന് പറഞ്ഞാൽ ഛ വരും അല്ലെ, പച്ച എന്നതിന് ച വരും. ത് പ്ലസ് ച, ത് പ്ലസ് ച ച. ചലത് പ്ലസ് ചിത്രം, ചലച്ചിത്രം. ചലത്, ത് പ്ലസ് ച എന്താണ്? ചായാണ്, പച്ചയുടെ ചായാണ്. അത് PSC സ്ഥിരം ചോദിക്കാറുള്ളത് തന്നെയാണ്. ഇതും ത് പ്ലസ് ച എന്നുള്ളത് പച്ച എന്നുള്ള ച വരും. ച ഇരട്ടിക്കുന്നത് വരും. ത് പ്ലസ് ച, ച ഇരട്ടിക്കുന്നത്. അപ്പൊ ശരത് പ്ലസ് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ. അതുപോലെ തന്നെ ചലത് പ്ലസ് ചിത്രം, ചലത്. ത് പ്ലസ് ചിത്രം, ചലച്ചിത്രം. അതേപോലെ ത് പ്ലസ് ച മാത്രമല്ല, ത് പ്ലസ് ല വരുമ്പോഴും ല ഇരട്ടിച്ച് വരും. ത് പ്ലസ് ല എന്ന് വന്നു കഴിഞ്ഞാൽ ല ഇരട്ടിച്ചാണ് വരാം. അതിന് എക്സാമ്പിൾ ഇപ്പോൾ സമ്പത്ത്, സമ്പത്ത് പ്ലസ് ലബ്ധി, ലബ്ധി. സമ്പത്ത് പ്ലസ് ലബ്ധി, സമ്പത്ത് ലബ്ധി എന്നുള്ളത് ല ഇരട്ടിക്കാണ് ചെയ്യുക. ത് പോകും അവിടെ നിന്ന്. പിന്നെ അവിടെ തീനവിടെ സ്ഥാനമില്ല. തീനെ പറഞ്ഞയച്ചിട്ട് അടുത്ത ആള് ഇരട്ടിച്ച് വരും. അതിന് ശരത്ത്, ശരത്ത് പ്ലസ് ചന്ദ്രൻ. ത് പോയി അവിടെ നിന്ന്. പിന്നെ ച ഇരട്ടിക്കാണ് ചെയ്യുക, ശരത് ചന്ദ്രൻ. അതുപോലെ ചലത് പ്ലസ് ചിത്രം. തീനെ പറഞ്ഞയക്കും, ചിത്രത്തിന്റെ ച എന്ത് ചെയ്യും? ഇരട്ടിക്കും, ചലച്ചിത്രം. അത് PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന പദത്തിന്റെ വിപരീതം. സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. പാരതന്ത്രം അല്ലെ, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ വിപരീതം പാരതന്ത്രമാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിപരീതം പാരതന്ത്രമാണ്, പാരതന്ത്രമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്തതിൽ ആദ്യത്തെ ചോദ്യം ശരിയായ രൂപം തിരഞ്ഞെടുക്കാനാണ്. നമ്മൾ എപ്പോഴും തെറ്റിക്കും. നമുക്ക് എല്ലാവർക്കും സാമ്രാട്ടാണ് അല്ലെ, പക്ഷെ സമ്രാട്ടാണ് ശരിയായിട്ടുള്ളത്. സമ്രാട്ട് പറഞ്ഞു പഠിക്കുക കുറച്ച് നാള്. സമ്രാട്ട്, സമ്രാട്ടാണ്, സാമ്രാട്ടല്ല. സമ്രാട്ട്, സമ്രാട്ട്, സമ്രാട്ടാണ് ശരിയായ രൂപം. അതേപോലെ തന്നെ കൊന്നപ്പൂ എന്ന അർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കൊന്നപ്പൂവ്, കൊന്നപ്പൂവിന് അർത്ഥം വരുന്നത് കർണികാരം എന്നുള്ളതാണ്. നമ്മുടെ ഏതാണ്, നമ്മുടെ വേണുഗോപാലിന്റെ ഒരു പാട്ടുണ്ട്, കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര അങ്ങനെ എന്തോ ഒരു പാട്ട്, ഞാൻ മറന്നുപോയി. അപ്പൊ കർണികാര തീരങ്ങൾ അല്ലെ, കർണികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നപ്പൂവാണ്. കർണികാരം കൊന്നപ്പൂവാണ്. ഇനി അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ സിമ്പിളാണ് ശരിയായ വാക്യം. കാരണം ദിനം പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എന്നാണ് അർത്ഥം അല്ലെ. ദിനം പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്നല്ല അർത്ഥം.
പിന്നെ അത് പ്രത്യേകിച്ച് എന്നും എന്നൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല അല്ലേ. 2 സെൻറ്റൻസിൽ അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദിനം പ്രതി എന്നും എന്നും, അതുപോലെ ദിനം പ്രതി ഓരോ ദിവസവും. അതിൻ്റെ അർത്ഥം തന്നെ അതാണ്. ദിനം പ്രതി എന്ന് പറഞ്ഞാൽ എന്നും എന്നും എന്നാണ് അർത്ഥം. അതുപോലെ ദിനം പ്രതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും, എല്ലാ ദിവസവും എന്നാണ് അർത്ഥം. പിന്നെ അത് വീണ്ടും അതന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് രണ്ടാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് തെറ്റും. 1ഉം 3ഉം ആണ് അവിടെ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റും. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്തത് ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം ദുർഗ്രഹം എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ദുർഗ്രഹം. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹമാണ്. നമുക്കത് വായിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നൂല അല്ലേ, അതെന്തോ വേറെ എന്തോ സാധനം പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹമാണ് ഗ്രഹിക്കാൻ പ്രയാസമായത്. ഇനി ദീപാവലി കുളിക്കുക, അതെല്ലാവർക്കും അറിയായിരിക്കും. ദീപാവലി കുളിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ദൂർത്തടിക്കലാണ് അല്ലേ. ദൂർത്തടിക്കുക എന്നുള്ളതാണ് ദീപാവലി കുളിക്കുക എന്നുള്ളത് അർത്ഥാക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ആവശ്യമില്ലാതെ ചെലവഴിക്കുകയാണ് ദീപാവലി കുളിക്കുക. ഇനി ചുവടെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് വിദുഷിയാണ്. വിദ്വാൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണ് വിദുഷി. വിദ്വാന്റെ സ്ത്രീലിംഗ പദമാണ് വിദുഷി. സന്യാസി, നമുക്ക് ഈയിൽ അവസാനിക്കുമ്പോൾ നമുക്കൊരു ചാട്ടൊക്കെ വരും ആൻസർ അതായിട്ട് കുത്താൻ വേണ്ടിയിട്ട്. മറ്റേ സന്യാസി എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ്. അതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? സന്യാസിനിയാണ്. സന്യാസിനി. അതേപോലെ തന്നെ കുടുംബി എന്നതിൻ്റെ സ്ത്രീലിംഗം കുടുംബിനിയാണ്. കുടുംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുല്ലിംഗമാണ്. കുടുംബി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് സ്ത്രീലിംഗമായിട്ടൊക്കെ തോന്നും അല്ലേ. നമ്മ ഈ ഇങ്ങനെ ഒരു ഓപ്ഷന് പകരം 1ഉം 2ഉം 2ഉം 3ഉം 3ഉം 4 എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കീറി കുത്തും. അപ്പം അത് ഓർത്ത് വെക്കുക. കുടുംബി എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്. കുടുംബിനിയാണ് സ്ത്രീലിംഗം. നീയാണ് കുടുംബിനി അല്ലേ. അതുപോലെ നീയാണ് സന്യാസിനി എന്നൊക്കെ പറഞ്ഞു പഠിച്ചിരിക്കുക. കുടുംബിനിയാണ് സ്ത്രീലിംഗം, സന്യാസിനിയാണ് സ്ത്രീലിംഗം. കുടുംബി എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, സന്യാസി എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്. അതുപോലെ ധന്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുല്ലിംഗം തന്നെയാണ്. അടുത്തത് പുരോഗതി എന്നതിൻ്റെ വിപരീത പദം. പുരോഗതിയുടെ വിപരീതം എന്താണ്? പാശ്ചാത്ഗതി അല്ലേ. അതെല്ലാവർക്കും അറിയായിരിക്കും. പാശ്ചാത്ഗതിയാണ് പുരോഗതിയുടെ വിപരീതം. ഇനി അടുത്തത് ദേ കണ്ടില്ലേ, പിന്നെ വന്നിട്ടുണ്ട്. ബഹുവചന ശബ്ദം അല്ലാത്ത തിരഞ്ഞെടുക്കുക. ബഹുവചനം നമുക്ക് കാണുമ്പോൾ ബഹുവചനമായി തോന്നും, പക്ഷെ ആള് ബഹുവചനമല്ല. കാരണം എന്താ? അത് പൂജക ബഹുവചനായിരിക്കും. മനസ്സിലായോ? PSCക്ക് വളരെ ഇഷ്ടമാണ് അത്. എപ്പോഴും ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനം ഏതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനം അല്ലാത്തത് ഏതെന്ന് ചോദിക്കും. കാരണം അത് പറ്റിക്കൽ ചെയ്യണ ആള് കാണുമ്പോൾ നമുക്ക് ബഹുവചനമായി തോന്നും, പക്ഷേ ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം. പക്ഷെ അവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല. അത് ജസ്റ്റ് ബഹുമാനത്തിന് വേണ്ടി ചേർത്തതായിരിക്കും. ഇപ്പൊ നിങ്ങളവിടെ ഓപ്ഷനിൽ നോക്കാം, അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂജകമല്ല, ബഹുവചനാണ് അധ്യാപകർ എന്ന് പറഞ്ഞാൽ. മിടുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ബഹുവചനാണ്, മിടുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ബഹുവചനം തന്നെയാണല്ലേ. എന്നാൽ ഗുരുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുണ്ടാവുള്ളൂ, ഒരു ഗുരുവേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഗുരുക്കളെ എന്നാണ് പറയാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇതിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ മറ്റേ ഈ മഹാഭാരതം അതുപോലെ രാമായണം എന്നൊക്കെ പറഞ്ഞ കുറേ സീരിയലുകളുണ്ട്. അല്ലെങ്കിൽ ഗുരുക്കളെ എന്നൊക്കെ വിളിക്കുന്ന കേട്ടിട്ടില്ലേ. ഗുരുക്കളെ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടെന്ന് തോന്നും, പക്ഷെ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ അത് ബഹുവചന ശബ്ദമല്ല, അത് പൂജകം. ജസ്റ്റ് ബഹുമാനത്തിന് വേണ്ടി അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, പക്ഷേ അത് ബഹുവചനം അല്ല. അതേപോലെ അമ്മാതിരി എന്ന പദം പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാതിരിയാണ് അമ്മാതിരി എന്നുള്ളത്. തിരി എന്നൊന്നും എഴുതി വയ്ക്കരുത്. തിരി എന്നൊക്കെ ഓപ്ഷനിലുണ്ട്. അപ്പൊ മാതിരിയാണ് അമ്മാതിരി. ഇനി ഐ ഫോർ എൻ ഐ എന്നതിൻ്റെ മലയാള രൂപം, അതൊരു ഇംഗ്ലീഷ് ശൈലിയാണ്. അതിന്റെ മലയാള രൂപം എന്താണെന്ന് ചോദിക്കുന്നു. ഉരുളക്കുപ്പേരി. ഐ ഫോർ എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കുപ്പേരി എന്നാണ് അതിൻ്റെ അർത്ഥം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും മാച്ച് ആയിട്ടുള്ളത് തന്നെയാണ് ഉരുളക്കുപ്പേരി. ഐ ഫോർ എൻ ഐ ഉരുളയ്ക്കു ഉപ്പേരി എന്നുള്ളത്. അടുത്തത് നമുക്ക് നമ്മുടെ കുമാരനാശാന്റെ ഒരു കവിത തന്നിട്ടുണ്ട്. അതിൽ ദുഃഖം എന്ന അർത്ഥം വരുന്ന പദം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിത ഒന്നും ഞാൻ വായിക്കുന്നില്ല. അതിൽ ദുഃഖം എന്ന അർത്ഥം വരുന്നത് ഇടർ എന്ന പദമാണ്. ഇടർ, നമ്മൾ ശബ്ദം ഇടറൊക്കെ നമുക്ക് ദുഃഖം വരുമ്പോഴല്ലേ, നമുക്ക് ഭയങ്കര ദുഃഖം വരുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പറ്റില്ല, നമ്മുടെ ശബ്ദമൊക്കെ ഇടറിപ്പോകും അല്ലേ. അപ്പം അങ്ങനെ ഓർത്താൽ പോരെ. ഇടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമാണെന്ന് ഓർത്തു വെക്കുക. നമുക്കിവിടെ തന്നിട്ടുള്ളത് കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്നുള്ള ഒരു കവിതയുടെ ലൈനുകളാണ് തന്നിട്ടുള്ളത്. ഞാനത് വായിച്ചത് നശിപ്പിക്കുന്നില്ല. അതിൽ ഇടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഇടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദുഃഖമാണ്. നമ്മൾ ശബ്ദമൊക്കെ ഇടറ ദുഃഖം വരുമ്പോഴാണ് അല്ലേ. ഇനി അടുത്തത് തണ്ടാർ എന്നുള്ള പദം പിരിച്ചെഴുതാൻ. ഇതും PSC സ്ഥിരം ചോദിക്കാറുണ്ട്. തണ്ടാർ എന്നുള്ള പദം പിരിച്ചെഴുതുമ്പോൾ തൺ പ്ലസ് താറാണ് തണ്ടാർ എന്നുള്ളത്. അത് ഇത്തരം PSC സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് പഠിക്കാം. തൺ പ്ലസ് താറാണ് തണ്ടാർ എന്നുള്ളത്. തൺ പ്ലസ് താറാണ് തണ്ടാർ എന്നുള്ളത്.
തൺ പ്ലസ് താറ് തണ്ടാർ, തൺ പ്ലസ് താറ് തണ്ടാർ, തൺ പ്ലസ് താറ് തണ്ടാർ. ഇനി സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്നത് അസന്ദിഗ്ധം. അസന്ദിഗ്ധമാണ് സംശയമില്ലാത്തത് എന്നുള്ളത് വരുന്നത്. ഇത് നമുക്ക് ഇതിലും ചോദിക്കാറുണ്ട്. ശരിയായ പദം ഏതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ പദശുദ്ധിയിൽ ശരിയായ പദം ഏതെന്ന് ചോദിച്ചിട്ട് ചോദിക്കുന്ന ഒരു വാക്കാണ് അസന്ദിഗ്ധം എന്നുള്ളത്. അപ്പം അതും ശ്രദ്ധിച്ചിരിക്കുക. അസന്ദിഗ്ധം എങ്ങനെയാണ് എഴുതാന്നുള്ളത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. സംശയമില്ലാത്തത് എന്നാണ് അസന്ദിഗ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം. അസന്ദിഗ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം സംശയമില്ലാത്തത് എന്നാണ്. ഇനി ചക്കപ്പഴം, ആ വാക്ക് പിരിച്ചെഴുതുമ്പോൾ, ചക്കപ്പഴം എന്നുള്ള വാക്ക് പിരിച്ചെഴുതുമ്പോൾ അവിടെ പുതുതായി വരുന്ന വർണ്ണം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചക്കപ്പഴം എന്ന് പറയുമ്പോൾ ചക്ക പ്ലസ് പഴമാണ് അല്ലേ എഴുതാം. നമ്മൾ ചക്കപ്പഴം എന്ന് എഴുതുമ്പോൾ ചക്ക പ്ലസ് പഴം എന്ന് എഴുതും. അപ്പോൾ അവിടെ പുതുതായിട്ടൊരു വർണ്ണം വരുന്നുണ്ടല്ലോ. ആരാണ് അവിടെ പുതുതായി വരുന്ന വർണ്ണം? പായാണ് അല്ലേ പുതുതായി വരുന്നത്. കാരണം അവിടെ ദ്വിത്വസന്ധിയാണ് വരുന്നത്. പാ ഇരട്ടിക്കാണ് ചെയ്യുന്നത്. ദ്വിത്വസന്ധിയാണ് അവിടെ വരുന്നത്. പാ എന്നുള്ളത് ഇരട്ടിച്ച് പ എന്നായി മാറും. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ആഗമിക്കുന്ന വർണ്ണം പായാണ്. ഇനി അടുത്തത് കാൽ നഗേന്ദു മരീചികൾ. കാൽ നഗേന്ദു മരീചികൾ ഈ സമസ്ത പദത്തിന്റെ വിപുലീകരിച്ച രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ ഇത്തിരി പ്രയാസമായി തോന്നും. കാൽ നഗേന്ദു മരീചികൾ. അവിടെ കാൽ നഗേന്ദു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ദു വരുന്നുണ്ട് അല്ലേ. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് അല്ലേ. ഇന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നമുക്കതിനെ മാറ്റി നിർത്താൻ പറ്റും. കാൽ നഗേന്ദു മരീചികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്നും, കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്നും വരുന്ന മരീചികൾ എന്നാണ്. അത് നമുക്ക് വിപുലീകരിക്കുമ്പോൾ കിട്ടുക. കാൽനഖങ്ങളാകുന്ന ഇന്ദു, കാൽനഖങ്ങളാവുന്ന ഇന്ദുവിൽ നിന്നും വരുന്ന മരീചികൾ എന്നാണ് അവിടെ അർത്ഥം വരാം. ഇനി അടുത്തത് ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം. ഈ ചൊല്ലിൽ തെളിയുന്ന ആശയം എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ഷീരമുള്ള ഒരു അകിടിന്റെ ചുമട്ടിൽ ചെന്നാലും ചോര തന്നെയാണ് കൊതുകിന് കൗതുകം എന്ന വാക്യത്തിൽ, എന്ന ചൊല്ലിലെ തെളിയുന്ന ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മയിലും തിന്മയെ മാത്രം കാണുന്നവരും, നന്മയിലും തിന്മയെ മാത്രം കാണുന്നവർ എന്നാണ് ആ ചൊല്ലിൽ തെളിയുന്ന ആശയം. നല്ല പാലുള്ള അകിടിൽ ചെന്നാലും കൊതുക് തിരയുന്നത് എന്താണ്? ചോരയാണ് അല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ എത്ര നന്മയിലും ചിലർ ചികയുന്നത് എന്തായിരിക്കും? തിന്മയായിരിക്കും. നന്മയിലും തിന്മ മാത്രം കാണുന്നവരെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്ര കുറച്ച് വേഗത്തിലാണ് പറയുന്നത് എനിക്കറിയാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ നമ്മുടെ എടുത്ത ക്ലാസ്സിൻ്റെ നോട്ട്സും ഞാൻ ടെലഗ്രാമിൽ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ടെലഗ്രാം ചാനലിൽ കൂടി അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് കുറച്ച് വേഗത്തിൽ എടുത്തു പോയെങ്കിൽ മാത്രമേ നമുക്ക് വേഗം പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ അല്ലേ. സമയം വളരെ പരിമിതമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു.